ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധികയുടെ പുതിയ എപ്പിസോഡിലെ വരുണിന്റെ കയ്യിലിരുന്ന ആ കൈ ചെയിൻ ഗൗതം വാങ്ങിച്ചു കൊണ്ടുപോവാണേ. അച്ഛനോട് പറയരുത് ഞാനിത് ചോദിച്ചു വാങ്ങിച്ചതാണെന്ന്. ഇല്ലെന്ന് വരുണും പറയും. അങ്ങനെ ഗൗതം അവിടുന്ന് പോവും. ഇതേ സമയം കുറച്ച് ആൾക്കാര് അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് ആയുധങ്ങളും ഉണ്ട്. ആ ആയുധങ്ങൾ വെച്ചിട്ട് ആ വാതില് തുറക്കുക. അങ്ങനെ 5 പേരും അകത്തേക്ക് കയറും. ഇതേ സമയം ഗൗതമാണെങ്കിൽ ആ കാഴ്ചയെ നോക്കി അതിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇവരിത് കാണുന്നത്. ഇവര് വന്ന് ഗൗതത്തിനെ വട്ടം ഇടാണ്. ആരാ നിങ്ങള് എന്ന് നോക്കുമ്പോഴേക്കും ഒരാള് തലക്കടിക്കും. ഗൗതം ഉച്ചത്തിൽ കരയാ. വരുണാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ടില്ല. അവിടുന്ന് പോകാൻ തുടങ്ങണേ. അപ്പോഴേക്കും വേറൊരുത്തൻ വീണ്ടും ഗൗതത്തിനെ അടിക്കുമ്പോ ഗൗതം കരയുന്ന ശബ്ദം വരുണ് കേൾക്കാണ്. ഇതേ സമയം അടി കിട്ടി ഗൗതം താഴെ ബോധം കെട്ട് പോവാണ്. ആരാത് എന്ന് ചോദിച്ച് വരുൺ വരുന്ന ശബ്ദം കേട്ട് ഗൗതമിനെ ഇവർ 5 പേരും കൂടെ വലിച്ച് ആ റൂമിനകത്ത് കയറ്റും. വരുൺ വന്ന് നോക്കുമ്പോ അവിടെ ആരും കാണുന്നില്ല. വരുണ് ഒരു സംശയമുണ്ട്, അവിടെ ആരോ വന്നിട്ടുണ്ടെന്ന്. അത് കാരണം ആ ഡോറൊക്കെ നോക്കുമ്പോ ഡോറില് ചിലതെല്ലാം ഓപ്പൺ ചെയ്തിട്ടിരിക്ക. വരുൺ അതെല്ലാം ലോക്ക് ചെയ്യും. പിന്നീട് ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണേ. ഇതേ സമയം അവിടെ വസുമതി രാത്രിയാണല്ലോ ഉറങ്ങാൻ നേരത്തെ ആഭരണങ്ങൾ അഴിച്ചു വെക്കണേ. അപ്പോഴായിരിക്കും അവന്മാര് ഇതിനകത്ത് കയറി വരുന്നത്. വസുമതി ആകെ പേടിക്കും. അതെല്ലാം വീണ്ടും അഴിക്കാൻ പറയുമ്പോ കയ്യിലുള്ള മുഴുവൻ വളയും ചെയിനെല്ലാം കരഞ്ഞോണ്ട് അയച്ചു കൊടുക്കണേ. കരയാൻ തുടങ്ങുമ്പോ മിണ്ടി പോകരുത്, ശബ്ദം ഉണ്ടാക്കിയ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കയ്യിലെ മോതിരടക്കം എല്ലാ അവന്മാരും എടുത്തോണ്ട് പോവാണ്. അവര് റൂമിൽ നിന്ന് പോകുന്നതും ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞുകൊണ്ട് വസുമതി നിലവിളിച്ച് കരയാ. ശബ്ദം കേട്ട് പരമേശ്വരനും ഭാര്യയും വരും. ഉർവശിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? പത്മിനി പറയും, അതെ എന്തോ പ്രശ്നമുണ്ടല്ലോ, വാ എന്ന് പറഞ്ഞിട്ട് അവര് ഉർവശിയുടെ റൂമിലേക്ക് പോവാ. ഉർവശിയുടെ നൃത്തം കണ്ട് അവര് ഞെട്ടും. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ സംഭവിച്ച കാര്യം ഉർവശി പറയും. അത് കേൾക്കുന്ന അവരും ഭയക്കും. ശേഷം വരുണിനെ വിളിക്കും. വരുണാണെങ്കിൽ പോലീസുകാരെ വിളിച്ചിങ്ങനെ വെച്ച് നിൽക്കുമ്പോഴായിരിക്കും ഈ ശബ്ദം കേൾക്കുന്നത്. ഇതേ സമയം സൂര്യയുടെ ഫോണിൽ വീഡിയോ എന്തോ കണ്ടോണ്ടിരിക്കുക. അങ്ങനെ ഇവരെ സൂര്യയുടെ റൂമിലേക്കാ വരുന്നത്. ആരാ എന്ന് ചോദിച്ച് സൂര്യ ശബ്ദം ഉണ്ടാക്കുമ്പോഴേക്കും അവരിൽ ഒരാൾ വന്ന് സൂര്യയുടെ വാ പൊത്തി വെക്കും. ബാക്കിയുള്ളവര് അവിടെ മൊത്തം തിരയാണ്. അലമാരയൊക്കെ തുറന്ന് ആഭരണങ്ങളും പൈസയൊക്കെ മോഷ്ടിക്കാണേ. സൂര്യ ഇടയ്ക്കിടയ്ക്ക് കൈമാറ്റി ഉച്ചത്തിൽ കരയുന്നുണ്ട്. അവിടെ ഓരോരുത്തരുടെയും പേര് വിളിക്കുന്നുണ്ട്. ഇത് പൂജയിലിരിക്കുന്ന രാധിക കേൾക്കാണ്. ദൈവമേ എന്ന് വിളിച്ച് രാധിക എഴുന്നേറ്റോടും. ഇതേ സമയം ചേട്ടന്റെ ശബ്ദം കേട്ടടുത്തേക്ക് വരുണും വരണേ. അപ്പോഴേക്ക് കള്ളന്മാര് എല്ലായിടത്ത് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോ സൂര്യ ഉച്ചത്തിൽ വരുൺ എന്ന് വിളിച്ച് കരയും. ആ കള്ളന്മാര് നേരെ ഇറങ്ങുന്നത് വരുണിന്റെ മുന്നിലേക്കാവും. അവര് കയ്യിലുള്ള ആയുധങ്ങൾ വരുണിന് നേരെ വീശുന്നുണ്ടെങ്കിലും വരുൺ അവരൊക്കെ തടുത്തു നിർത്തി അടിക്കുന്നുണ്ട്. ഇവരെല്ലാവരും 5 പേരുണ്ടല്ലോ, എല്ലാവരും കൂടെ വരുണിനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിലും വരുൺ അവരൊക്കെ അടിച്ചു വീഴ്ത്താം. അപ്പോഴേക്ക് രാധിക മുകളിലേക്ക് ഓടി വരും. അച്ഛനും അമ്മയും ശബ്ദം കേട്ടു അവിടെ എത്തിയിട്ടുണ്ട്. ഈ കാഴ്ച കണ്ട് അവര് ഞെട്ടുക. സൂര്യയും വീൽ ചെയർ ഉന്തി അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട്. രാധികയും ഈ കാഴ്ച കണ്ട് ഞെട്ടി തെറിച്ചു നിൽക്കുക. അവര് അച്ഛന്റെയും അമ്മയുടെയും നേർക്ക് ഒരാളിങ്ങനെ ആയുധം നീട്ടി വെച്ചിരിക്കാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭയത്തിൽ ഇങ്ങനെ നിൽക്കുക. ഒരാളാണെങ്കിൽ കത്തി ഇങ്ങനെ എടുത്ത് വരുണിനെ കുത്താനായിട്ട് പോവാണേ. ഇത് രാധിക കാണുന്നുണ്ട്. രാധിക അവിടെ ഇങ്ങനെ നോക്കുമ്പോ ഇവന്മാര് തന്നെ കൊണ്ടുവന്ന ഒരു വടിയുണ്ട്. അതെടുത്ത് അവന്റെ തലയ്ക്ക് ഒരു അടി വെച്ചു കൊടുക്കും. അവനപ്പൊ തന്നെ താഴെ വീഴും. അപ്പോഴേക്കും ചന്ദ്രശേഖരനും ഉർവശിയും കൂടെ വരും. ഗുണ്ടകളാണ് എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രശേഖരനും അവർക്ക് നേരെ പോവാം. അവര് ചന്ദ്രശേഖരനെയും ഉപദ്രവിക്കുന്നുണ്ട്. ഈ സമയം ചിലര് വരുണിനെ ഇങ്ങനെ ഉപദ്രവിക്കും. ഇത് സൂര്യക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല. രാധികയും ഞെട്ടിലൂടെ വരുൺ എന്ന് വിളിച്ച് കരയണേ. അപ്പോഴേക്കും കൽപ്പനയും അതുപോലെ പ്രിയങ്കയും കൂടെ അങ്ങോട്ട് വരും. അവരും ഈ കാഴ്ച കണ്ട് ഞെട്ടുക. രാധിക അവരുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ഒരാൾ വന്ന് രാധികയെ പിടിച്ചു വെക്കുകയാണ്. ചന്ദ്രശേഖരനും അച്ഛനും അമ്മയും എല്ലാവരും ഇങ്ങനെ പേടിച്ച് ഒരു സൈഡിൽ മാറി നിൽക്കുക. സൂര്യ വീൽ ചെയറിലാണല്ലോ. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. തടുക്കാൻ രാധിക പോകുമ്പോ രാധികയുടെ കൈയൊക്കെ അവര് പിടിച്ച് ബാക്കിലേക്ക് കിട്ടാണ്. ഇത് കാണുമ്പോ കൽപ്പനയ്ക്കും പ്രിയങ്കയ്ക്കും നല്ല ഇഷ്ടാവുന്നുണ്ട്. ഈ കാഴ്ച കാണുമ്പോ രാധികയെ എന്നിങ്ങനെ സൂര്യ വിളിച്ച് അവിടെ എഴുന്നേൽക്കാൻ പറ്റാതെ ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുക. വരുണിനെ അടിക്കുന്നത് രാധികയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. വരുൺ വരുൺ എന്ന് വിളിച്ച് രാധിക ഇങ്ങനെ ഉച്ചത്തിൽ കരയാ. അയാളാണെങ്കിൽ രാധികയുടെ കൈ രണ്ടും ബാക്കിലേക്ക് പിടിച്ചത് കാരണം ആ വേദനയുണ്ട്. എങ്കിലും വരുണിനെ വിളിക്കുന്നത്. വരുണിനെ ആണെങ്കിൽ വന്നിരിക്കുന്ന ഗുണ്ടകളെ 2 ആൾക്കാരിങ്ങനെ തല്ലി ചതക്കാണ്. ഈ സമയം മറ്റൊരാളെ കത്തിയെടുത്ത് രാധികയെ കുത്താനായിട്ട് രാധികയ്ക്ക് നേരെ ചെല്ല. ഈ കാഴ്ച സൂര്യക്കും അതുപോലെ വരുണിനും സഹിക്കാനാവുന്നില്ല. സൂര്യ വിടടാ വിടടാന്ന് ഇങ്ങനെ അവിടുന്ന് പറയുന്നുണ്ട്. എഴുന്നേൽക്കാൻ പറ്റാണ്ട് ഇങ്ങനെ അവിടെ നിസ്സഹായനായിട്ട് നിൽക്കാണ്. വരുണിനാണെങ്കില് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അവർ 2 പേരെ വരുണിന്റെ കാലും കൈയൊക്കെ പിടിച്ചു വെച്ചിരിക്കുക. അവിടെയുള്ള ബാക്കി എല്ലാരും പേടിക്കുന്നുണ്ടെങ്കിലും കൽപ്പനയ്ക്കും പ്രിയങ്കയ്ക്കും ഇതൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാ. അവിടെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് വരുൺ ഉച്ചത്തിൽ കരയുന്നുണ്ട്. ഇതേ സമയം രാധികയുടെ കൃഷ്ണ
കൃഷ്ണ ഭഗവാൻ ഇതെല്ലാം അറിയുന്നുണ്ട്. അങ്ങനെ അയാളെ കത്തിയായിട്ട് രാധികയുടെ കുത്താനായിട്ട് അങ്ങ് കൈ ഉയർത്തണേ. അപ്പൊ എല്ലാവരും ഭയത്തിലിങ്ങനെ നിൽക്കുക. ഇത് കണ്ട് കൽപ്പനയും പ്രിയങ്കയും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോഴേക്കും അയാളുടെ കൈ ഒരാളെ പിടിക്കാൻ നോക്കുമ്പോ സൂര്യ ഇത് കണ്ട് എല്ലാരും ഷോക്കാവും. എല്ലാരും നോക്കുമ്പോ സൂര്യ ഉണ്ടാവും അയാളുടെ കൈ പിടിച്ച് തിരിക്കുന്നേ. അയാള് വേദന കൊണ്ട് കരയണേ. എല്ലാരും സൂര്യ ഇത് ചെയ്തത് കണ്ട് ഞെട്ടലോട് കൂടി നോക്കണേ. അങ്ങനെ സൂര്യ 2 കാലും താഴേക്ക് വെച്ച് ആ കൈ പിടിച്ച് തിരിച്ച് ആ വീൽ ചെയറിന് എഴുന്നേൽക്കും. ഇതോടെ കാണുമ്പോ എല്ലാവരും ഞെട്ടും. അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ സന്തോഷമുണ്ട്. കൽപ്പനയും ചന്ദ്രശേഖരനും വസുമതിയൊക്കെ ഇത് കണ്ട് ഷോക്കാവാണ്. അങ്ങനെ വരുണപ്പോഴേക്കും ബാക്കിയുള്ളവന്മാരെ അടിച്ച് തട്ടിമാറ്റി എഴുന്നേൽക്കുക. അപ്പോഴേക്കും സൂര്യ എന്റെ പെങ്ങളെങ്ങ് തടാ എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ച് ചേർത്ത് പിടിക്കുക. വരുണിങ്ങനെ സന്തോഷത്തോടു കൂടി അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ആ ഗുണ്ടകളെ വീണ്ടും വരുണിനെ ഉപദ്രവിക്കുക. സൂര്യ അവരെല്ലാവരെയും തട്ടിമാറ്റി വരുണിനെ രക്ഷിക്കും. കൽപ്പനയാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് തല ആകെ പെരുത്ത് നിൽക്കുക ഞെട്ടലോടുകൂടി. അങ്ങനെ ഏട്ടനും അനിയനും കൂടെ എല്ലാവന്മാരെയും അടിച്ചൊതുക്കാണ്. അങ്ങനെ അവരെ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോ വരുൺ പിന്നാലെ ഓടുന്നുണ്ട്. ഒരാളെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിലും അയാളും പിന്നെ വരുണെ തട്ടിമാറ്റി ഓടിപ്പോകും. അവരോടിപ്പോയി കഴിയുമ്പോഴായിരിക്കും പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. വരുൺ ഇറങ്ങിച്ചെന്ന് അവരുടെ അടുത്തേക്ക് പോവാ. പോലീസ് കാര്യം ചോദിക്കുമ്പോ വരുൺ നടന്ന സംഭവങ്ങൾ പറയും. ഇതേ സമയം മുകളിലെ രാധികയും അവിടെ ബാക്കി എല്ലാവരും ഇങ്ങനെ സൂര്യ എഴുന്നേറ്റ് നിന്നതിന്റെ സന്തോഷത്തിലാണ്. മോനെ എന്ന് അച്ഛൻ വിളിക്കുമ്പോ സൂര്യ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അച്ഛനെയും അമ്മേനെയും മുത്തശ്ശിയെയും ചേർത്ത് കെട്ടിപ്പിടിക്കാണ്. രാധികയ്ക്കും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു നിൽക്ക. കൽപ്പനയാണെങ്കില് ഇത് വിശ്വസിക്കാനാവാതെ നിൽക്കാണ്. അതുപോലെ പ്രിയങ്കയും സൂര്യ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് അടിമുടി നോക്കുന്നുണ്ട്. അച്ഛാ എന്റെ അപ്പൊ അച്ഛൻ പറയും അത്ഭുതം എന്നല്ലാതെ എന്താടാ പറയാ. ഐശ്വര്യം പാപികളായ കള്ളന്മാരുടെ രൂപത്തിൽ വന്നല്ലോ. എന്റെ മോന്റെ കാലനങ്ങിയില്ലേ. അവരെല്ലാവരും നല്ല സന്തോഷത്തിലാ. കൽപ്പന ഇങ്ങനെ ഞെട്ടല്ല ഇപ്പോഴും. ഇതേ സമയം പോലീസുകാര് അവര് വരുണിന്റെ അടുത്ത് സംസാരിക്കണേ. ആർക്കൊന്നും പറ്റിയില്ലല്ലോ. അവര് ഈ ഏരിയ വിട്ട് പോയിട്ടുണ്ടാവില്ല. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് വരാം എന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് പോകും. വരുണും ഏട്ടൻ എഴുന്നേറ്റതിന്റെ സന്തോഷത്തിലാ. അങ്ങോട്ട് ഏട്ടാന്ന് വിളിച്ച് ഓടിച്ചില്ല. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണേ. രണ്ടുപേരും ഉമ്മ കൊടുക്കും. രാധിക നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉർവശിയും ചന്ദ്രശേഖരനും കൽപ്പനയൊക്കെ ഷോക്കിലാ. സൂര്യ പറയും എടാ ഏട്ടൻ നിൽക്കുന്നത് കണ്ടോ. എന്റെ കാലിന്റെ ബലം കണ്ടോ നീ. ഇനി ഇതാരെ തന്നെന്ന് എനിക്കറിയോ. ദാ ഇവളാ എന്ന് പറഞ്ഞ് രാധികയെ ചൂണ്ടിക്കാണിക്കും. ഭക്തി കൊണ്ടും പരിചരണം കൊണ്ടും അതിശയിപ്പിച്ച ഇവള്. ഇതൊന്നും കൽപ്പനയ്ക്കും പ്രിയങ്കയ്ക്കും ഇഷ്ടപ്പെടുന്നേ ഇല്ല. രാധികയ്ക്ക് സന്തോഷം മാത്രം. വരുൺ അതിനേക്കാളും. സൂര്യ സന്തോഷത്തോടു കൂടി നന്ദി പറയുന്ന രീതിയിൽ കൈ കൂപ്പുമ്പോ ഏട്ടാ എന്ന് വിളിച്ച് വരുൺ അത് തടയാ. രാധികയും എന്നെയല്ല ഭഗവാനെ തൊഴേണ്ടത്. ഭഗവാൻ സാധിച്ചു തന്നതാ. ഇതേ സമയം പ്രിയങ്കയ്ക്കും ഏട്ടത്തിയുടെ മുറിയിലുള്ള ആഭരണങ്ങൾ വല്ലതും പോയോ. ഓ ഞാൻ മറന്നുപോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് കൽപ്പന അവിടുന്ന് വേഗം പോവും. ഇത് കാണുമ്പോ എല്ലാവർക്കും വല്ലാത്തൊരു മോശം തോന്നാണ്. മുത്തശ്ശി പറയും കാലാകാലങ്ങളായി എഴുന്നേറ്റ് നടക്കാത്ത ഭർത്താവ് എഴുന്നേറ്റ് നിന്നതിലല്ല, ആഭരണം നഷ്ടപ്പെട്ടതിലാ അവളുടെ ഒരു ശ്രദ്ധ. ഇത് പ്രിയങ്ക കൽപ്പനയ്ക്ക് കൊടുത്ത പണിയാണെന്ന് കൽപ്പനയ്ക്ക് മനസ്സിലായില്ല. അങ്ങനെ വരുൺ ടോപ്പിക്ക് മാറ്റാനായിട്ട് പറയും. കള്ളന്മാരെ പിടിക്കാൻ പോലീസ് വന്നിരുന്നു. അവരന്വേഷിച്ചു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരും നമ്മളെ വിശദമായിട്ട് ചോദ്യം ചെയ്യാൻ. ചന്ദ്രശേഖരൻ ചോദിക്കും അതെന്തിനാ ഇത്രയൊക്കെ അനുഭവിച്ച നമ്മളെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം. വരുൺ മറുപടി പറയുമ്പോഴേക്കും അച്ഛൻ പറയും അവരവരുടെ ജോലി ചെയ്തോട്ടെ ചന്ദ്രശേഖര. ഉർവശി പറയും എന്റെ റൂമിൽ നിന്ന് അവരെന്തൊക്കെ എടുത്തോണ്ടുപോയി എന്നാവോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉർവശിയും പോകും. സൂര്യ എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഷോക്കിലാണ് ചന്ദ്രശേഖരൻ. അച്ഛൻ പറയും മോളെ കലർപ്പില്ലാത്ത ഭക്തി ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും അടിസ്ഥാനമാണെന്നുള്ളൊരു പാഠം നീ എല്ലാവരെയും പഠിപ്പിച്ചു. മുത്തശ്ശി പറയും നീ വ്രതം എടുക്കുമ്പോ അതിന്റെ പേരിലെ നിന്റെ വെല്ലുവിളിച്ചവരില്ലേ അവരുടെ മുഖത്തുള്ള അടിയായത്. പ്രിയങ്ക ഇങ്ങനെ നോക്കുന്നുണ്ട് രാധിക. പ്രിയങ്ക മുഖം തിരിക്കുക. അപ്പോഴേക്കും കൽപ്പന ഓടി വന്നിട്ട് പറയും അവിടെ എന്റെ റൂമിലെ ആഭരണങ്ങളൊന്നും കാണുന്നില്ല. സൂര്യ പറയും മിണ്ടരുത് നീ, ഒരു കുടുംബത്തിന്റെ അന്തസ്സറിഞ്ഞ് പെരുമാറിക്കോ നീ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി പൊട്ടിത്തെറിച്ച് പറയുമ്പോ ഇത് കേട്ട് കൽപ്പനയും അതുപോലെ പ്രിയങ്കയും ഞെട്ടിപ്പോവാണേ. ചന്ദ്രശേഖരനും അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പൊ സൂര്യ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ഈ ഭാഗത്തുള്ളത്. നെക്സ്റ്റ് പ്രമോ ഉണ്ട്. അതിൽ വന്നിട്ടുള്ളത് രാധികയ്ക്ക് ഫിദ മേഡം അതായത് ശ്യാമ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക. രാധികയ്ക്കും ഇതെന്തിനാ ഇപ്പൊ ഡ്രസ്സ്, എന്തേലും വിശേഷമുണ്ടോ? ശ്യാമ പറയും അമ്മമാര് മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടാക്കുമ്പോ മാത്രാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ രാധികയ്ക്ക് സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് രാധിക ഇങ്ങനെ തുളസിത്തറയിലെ വിളക്ക് വെക്കാണ്. ഈ സമയം വരുൺ അങ്ങോട്ട് വരുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് ആ തുളസിത്തറയിൽ ശരിക്കും നിൽക്കുന്നത് രാധികയല്ല, പ്രിയങ്കയാണ്. വരുൺ പിന്നിലൂടെ ചെന്ന് പ്രിയങ്കയെ പിടിച്ച് വട്ടം തിരിക്കണേ. പ്രിയങ്ക പേടിച്ചു പോവും. തിരിഞ്ഞു നോക്കുമ്പോ വരുണിനെ കാണുമ്പോ പ്രിയങ്കയ്ക്ക് സന്തോഷവും. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഇതിപ്പോ ഇനി വരുൺ ആളുമാറി ചെയ്തതാണോ അതോ ഇനി പ്രിയങ്ക സ്വപ്നം കാണുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഇങ്ങനൊരു ഭാഗമുണ്ട്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്